everyone, welcome back to Catalyst Education. അപ്പോൾ മക്കളെ നമ്മുടെ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ബിസിനസ് സർവീസ് ആണ് ഇ ബാങ്കിങ് എന്നുള്ളത്. നമ്മൾ ബാങ്കിങ് എന്താണ്, ബാങ്കിങ്ങിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനി നമുക്ക് പറയാനുള്ളതാണ് ഇ ബാങ്കിങ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ബാങ്കിങ് എന്നുള്ളത്. ഇത് നമ്മൾ ഇപ്പോഴത്തെ ഒരു കാലത്ത് റിയൽ ലൈഫിൽ നമ്മൾ അധികമായിട്ട് യൂസ് ചെയ്യുന്നതും ഇത്തരത്തിലുള്ള കാര്യങ്ങളായിട്ട് ആണ് കേട്ടോ. ബാങ്കിങ്ങിന്റെ ഏരിയയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സോ ആദ്യമായിട്ട് നമുക്ക് എന്താണ് ഇ ബാങ്കിങ് എന്നുള്ളത് പറഞ്ഞു തുടങ്ങാം. ഇ ബാങ്കിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ഇത്രേ ഉള്ളൂ. Performing banking services with the help of computers and internet is called electronic banking or e-banking. സോ ഇലക്ട്രോണിക് ബാങ്കിങ് അല്ലെങ്കിൽ ഇ ബാങ്കിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്കിങ് സർവീസസ് നമ്മൾ ഒരു കമ്പ്യൂട്ടറിന്റെയും ഇന്റർനെറ്റിന്റെയും സഹായത്തോടു കൂടി പെർഫോം ചെയ്യുന്നതിനാണ് അങ്ങനെ പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യാണ്, പണ്ടത്തെ രീതിയിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ ആൻഡ് ഇന്റർനെറ്റ് യൂസ് ചെയ്തിട്ടാണ് ബാങ്കിങ്ങിന്റെ ഒരുപാട് കാര്യങ്ങൾ പെർഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇലക്ട്രോണിക് ബാങ്കിങ് അല്ലെങ്കിൽ ഇ ബാങ്കിങ് എന്ന് പറയപ്പെടുന്നത്. ഇനി നമുക്ക് നോക്കാം ജസ്റ്റ് എന്തൊക്കെയാണ് ഈ ഇ ബാങ്കിങ്ങിന്റെ അണ്ടറിൽ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ്, അതായത് ഇലക്ട്രോണിക്കലി ബാങ്ക് കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിൽ വരുന്നതാണ് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ അഥവാ EFT. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബാങ്കിൽ പോവാതെ തന്നെ നമ്മൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഫണ്ട് ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് ഇലക്ട്രോണിക്കലി. അത് ബാങ്ക് കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് ബാങ്കിങ് സർവീസ് ആണ് കേട്ടോ, EFT അഥവാ ഇലക്ട്രോണിക് ബാങ്കിങ് സർവീസ് എന്ന് പറയും. നെക്സ്റ്റ് വരുന്നതാണ് ഓട്ടോമാറ്റിക് ടെല്ലർ മെഷീൻ അഥവാ ATM. നമുക്ക് എപ്പോഴൊക്കെ ഫണ്ട് വിഡ്രോ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോഴപ്പോൾ ബാങ്കിൽ പോയി ക്യൂ നിൽക്കുന്നുണ്ടോ പണ്ടത്തെ പോലെ? ഇല്ല. നമുക്ക് എല്ലായിടങ്ങളിലും ATM സർവീസസ് അവൈലബിൾ ആണ്. അവിടെ കയറിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആവശ്യമുള്ള പൈസ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും വിഡ്രോ ചെയ്യാവുന്നതാണ് ഈസിലി. നമ്മളൊരു ബുദ്ധിമുട്ടേണ്ട ആവശ്യവും ഇല്ല. നെക്സ്റ്റ് വരുന്നതാണ് പോയിന്റ് ഓഫ് സെയിൽ അഥവാ POS എന്ന് പറയും. അതായത് സൂപ്പർ മാർക്കറ്റിലും നമ്മൾ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങിയതിന് ശേഷം നമ്മൾ സ്വൈപ്പ് ചെയ്യാറുണ്ട് കാർഡ് വെച്ചിട്ട്. അതിനെയാണ് നമ്മൾ POS അഥവാ പോയിന്റ് ഓഫ് സെയിൽ എന്ന് പറയുന്നത് കേട്ടോ. അത് ബാങ്ക് നമുക്ക് കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് സർവീസ് ആണ്. നെക്സ്റ്റ് വരുന്നതാണ് ക്രെഡിറ്റ് കാർഡ്സ്. ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അതിലുള്ള ലിമിറ്റ് വെച്ചിട്ട് കസ്റ്റമറിന് ഫണ്ട് ഷോപ്പിങ്ങിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഈസിലി യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഫൈനലി ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസ് ആണ് ഇലക്ട്രോണിക് ഓർ ഡിജിറ്റൽ ക്യാഷ്. നമ്മളിപ്പോൾ വെരി വൈഡ്ലി യൂസ് ചെയ്യുന്ന കാര്യമാണ് ഗൂഗിൾ പേ എന്നുള്ളത് അല്ലെ. ഗൂഗിൾ പേ അതുപോലെ Paytm ഇത്തരത്തിലുള്ള ക്യാഷ് ഇലക്ട്രോണിക് വാളറ്റിൽ നമ്മൾ ഫണ്ട് സൂക്ഷിക്കുന്നതിനെയാണ് നമ്മൾ ഡിജിറ്റൽ ക്യാഷ് ഓർ ഇ വാളറ്റ് എന്നുള്ളതൊക്കെ പറയുന്നത് കേട്ടോ. ഇലക്ട്രോണിക് ക്യാഷ്, ഡിജിറ്റൽ ക്യാഷ്, ഇ വാളറ്റ് എന്നുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, UPI പേയ്മെന്റ്സ് ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ കാലത്ത് അധികമായിട്ട്. അത് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതല്ലേ നമ്മുടെ ഡെയിലി ലൈഫിൽ. സോ ഇതൊക്കെയാണ് നമ്മുടെ ബാങ്ക് കസ്റ്റമേഴ്സിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഇലക്ട്രോണിക് ബാങ്കിങ് സർവീസസ്. ക്ലിയർ ആണല്ലോ? ഫണ്ട് നമുക്ക് ഇലക്ട്രോണിക്കലി ട്രാൻസ്ഫർ ചെയ്യാം, അതുപോലെ തന്നെ ഫണ്ട് നമുക്ക് വിഡ്രോ ചെയ്യാം, അതുപോലെ CDM ഉണ്ട്, CDMൽ നമുക്ക് ഡിപ്പോസിറ്റ് ചെയ്യാനും സാധിക്കും. പിന്നെ വരുന്നതാണ് പോയിന്റ് ഓഫ് സെയിൽ. നമുക്ക് എന്ത് ചെയ്യാം, സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങിച്ചിട്ട് നമുക്ക് സ്വൈപ്പ് ചെയ്താൽ മതി കാർഡ്. പിന്നെ ക്രെഡിറ്റ് കാർഡ്സ്, അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഓർ ഡിജിറ്റൽ ക്യാഷ്. സോ ഇലക്ട്രോണിക് ബാങ്കിങ് എന്താണ്, അതിന്റെ സർവീസസിന്റെ അണ്ടറിൽ വരുന്നത് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞുപോയി. നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിന്റെ ബെനിഫിറ്റ്സ് എന്നുള്ളത്. ഇലക്ട്രോണിക് ബാങ്കിങ് അഥവാ ഇ ബാങ്കിങ് ബെനിഫിറ്റ്സ് ആണ് ടു ദ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള നമുക്ക് ഇതുകൊണ്ട് എന്തെല്ലാം ബെനിഫിറ്റ്സ് ആണ് കിട്ടുന്നത്. ഫസ്റ്റ് വൺ നമ്മൾ നോക്കുകയാണെങ്കിൽ 24 hour സർവീസസ് ടു ദ കസ്റ്റമർ. ബാങ്കിങ് ടൈം മേ ബി 5 മണി ആയിരിക്കും, പക്ഷെ ഈ ഇലക്ട്രോണിക് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കസ്റ്റമറിന് അത് 24 മണിക്കൂർ സർവീസസ് ലഭിക്കുന്നുണ്ട്. നമുക്കൊരു ATMൽ പോയിട്ട് ഫണ്ട് വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ 5 മണിക്ക് മുന്നേ ചെയ്യണം എന്നുള്ളത് ഇല്ല. നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച് നമുക്ക് എപ്പോഴാണോ ആവശ്യമുള്ളത് നമുക്ക് ആ ഒരു സർവീസ് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഈ ബാങ്കിങ് കൊണ്ട് നമ്മുടെ കസ്റ്റമേഴ്സിന് 24 hours ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്, സർവീസ് നൽകുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എന്താണ്, എനിവേർ ആൻഡ് എനി ടൈം ബാങ്കിങ്. എവിടെയാണെങ്കിലും ഏത് സമയത്താണെങ്കിലും നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. EFT യൂസ് ചെയ്ത് നമുക്ക് ഫണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഫണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ATM കയറി വിഡ്രോ ചെയ്യാൻ പറ്റും. ഇത് എനിവേർ എനി ടൈം അവൈലബിൾ ആണ് എന്നുള്ളതാണ് കേട്ടോ. പിന്നെന്താണ്, ലെസ് റിസ്ക് ആൻഡ് ഗ്രേറ്റർ സെക്യൂരിറ്റി. അതൊക്കെ റിസ്ക് കുറഞ്ഞ മെത്തേഡ്സ് തന്നെയാണ്. നമ്മൾ ATMൽ പോയിട്ട് ഫണ്ട് എടുക്കുന്നതും അതുപോലെ EFT യൂസ് ചെയ്തിട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതും ഒന്നും റിസ്കി ആയിട്ടുള്ള കാര്യമല്ല, ഹൈലി സെക്യൂർ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് തന്നെയാണ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ക്രിയേറ്റ് ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ. ഒരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടാവാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മറ്റു നമ്മുടെ കയ്യിൽ ക്യാഷ് ആയിട്ട് നമ്മൾ വെക്കുന്ന സമയത്ത് ക്യാഷ് ഇങ്ങനെ പോകുന്നത് നമ്മൾ ചിലപ്പോൾ അറിയില്ലായിരുന്നു. പക്ഷെ ഇതെന്താണ്, എല്ലാം ഇലക്ട്രോണിക്കലി ചെയ്യുന്ന സമയത്ത് അതിൻ്റെ
അതിൻ്റെയൊക്കെ പ്രൂഫ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. സോ നമ്മുടെ ട്രാൻസാക്ഷൻസ് ഏതൊക്കെയാണ്, ഹിസ്റ്ററി ഏതാണെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. നോർമലി അത് എന്ത് ചെയ്യുന്നുണ്ട്, കസ്റ്റമേഴ്സിന് ഒരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നീട് വരുന്നതാണ് ഗ്രേറ്റ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ബൈ അൺലിമിറ്റഡ് ആക്സസ് ടു ദ ബാങ്ക്. കസ്റ്റമേഴ്സിന് ബാങ്കിലേക്ക് അൺലിമിറ്റഡ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ബാങ്കിൽ പോയി തന്നെ ചെയ്യേണ്ട കാര്യമാണെങ്കിൽ ഒരു ദിവസം ചിലപ്പോൾ നമ്മൾ ഒരു തവണ പോയാലായി, നമുക്ക് ആ പോവണം എന്നുള്ള ബുദ്ധിമുട്ടുണ്ട് അല്ലേ. പക്ഷെ ഇലക്ട്രോണിക് സർവീസസ് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് ഏത് സമയത്തും ബാങ്കിങ് സർവീസസ് ആക്സസ് ചെയ്യാം. സോ അതെന്ത് ചെയ്യുന്നുണ്ട്, കസ്റ്റമേഴ്സിന് ഗ്രേറ്റർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. സോ ദീസ് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഇ ബാങ്കിങ് സർവീസസ് ടു ദ കസ്റ്റമേഴ്സ്. അതായത് നമ്മളെ പോലെയുള്ള ഇത് യൂസ് ചെയ്യുന്ന ആളുകൾക്കുള്ള ബെനിഫിറ്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാം, ഇത് ബാങ്ക് യൂസ് ചെയ്യുന്നത് കൊണ്ട് ബാങ്കിനും കുറച്ച് ബെനിഫിറ്റ്സ് ഇല്ലേ, ടു ദ ബാങ്ക്സ് അല്ലെ. ബാങ്ക്സിനുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്, ഇറ്റ് പ്രൊവൈഡ്സ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ടു ദ ബാങ്ക്സ്. അത് ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഇലക്ട്രോണിക് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു ബാങ്ക് എന്നുണ്ടെങ്കിൽ അത് മറ്റ് ബാങ്കുകളെ അപേക്ഷിച്ച് അവർക്കൊരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അത്തരത്തിലുള്ള ബാങ്കുകളെ കസ്റ്റമേഴ്സ് കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പോൾ ഒരു ബാങ്കിനെ നമ്മൾ നോക്കുക, അവർക്ക് ഇലക്ട്രോണിക് കാര്യങ്ങളൊക്കെ കുറവാണ്, അവർക്ക് എന്ത് ചെയ്യുന്നില്ല, അവർ ക്രെഡിറ്റ് കാർഡും മറ്റൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണെങ്കിൽ ആ ബാങ്കിനെ ചിലപ്പോൾ കസ്റ്റമേഴ്സ് അധികമായിട്ട് ഡിപ്പെൻഡ് ചെയ്യില്ല. സോ ബാങ്കിന് ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് നൽകാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, പ്രൊവൈഡ് അൺലിമിറ്റഡ് നെറ്റ്വർക്ക് ആണ്. ഒരു ബാങ്ക് അതിന്റെ ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ഏത് ബ്രാഞ്ചിൽ പോയിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ആൻഡ് പിന്നെന്താണ്, വർക്ക് ലോഡ് ആൻഡ് ബ്രാഞ്ചസ് ക്യാൻ ബി റെഡ്യൂസ്ഡ്. ബാങ്കിന്റെ ബ്രാഞ്ചസിലുള്ള വർക്ക് ലോഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്, എല്ലാ ബാങ്കും അതിന്റെ ബ്രാഞ്ചസുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഈ ഒരു ഇലക്ട്രോണിക് വേയിൽ നെറ്റ്വർക്ക് ത്രൂ കണക്റ്റഡ് ആയിരിക്കും. സോ അവർക്ക് അവരുടെ ട്രാൻസാക്ഷൻസ് ഒക്കെ അവരുടെ അതാത് ഓഫീസിൽ തന്നെ ഇരുന്നിട്ട് ചെയ്യാവുന്നതാണ് ത്രൂ ദിസ് ഇന്റർനെറ്റ്. അപ്പൊ അതെന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഒരു വർക്ക് ലോഡിനെ റെഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ബാങ്ക് ഇ ബാങ്കിങ് സർവീസസ് എടുത്തതിന് അവർക്കുള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു വീഡിയോയിൽ ഇലക്ട്രോണിക് ബാങ്കിങ് എന്താണ്, അതിൻ്റെ അണ്ടറിൽ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് ഏതൊക്കെയാണ്, അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ ഇതുപോലെ വേറൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എന്ത് ചെയ്യുക, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.